വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജഡമോഹങ്ങളിൽ നിന്നകന്ന് ആത്മീയ ജീവിതത്തെ മുറുകെ പിടിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ ആഹ്വാനം ചെയ്യുന്ന വേദഭാഗമാണ് വിശുദ്ധ പൗലോസ് ഗലാത്യർക്കർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുന്ന സമയം സർവാംഗവും താൻ അനുഭവിച്ച ദുഃഖസങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന് അങ്ങേ കോപത്തെ നീക്കി അരുളണമേ. ആമേൻ.